നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. താൻ വലിയ സുന്ദരനാണെന്നുള്ള ചിന്തയുള്ളതുകൊണ്ടാ. ശരിക്കൊന്ന് കണ്ണടി ചെന്ന് നോക്ക്. കണ്ടത്തിൽ വെക്കുന്ന കോലല്ലേ അതുപോലെ തന്റെ മോന്ത. അയ്യോ, ഒരു ദേവസുന്ദരി വന്നിരിക്കുന്നു. എന്തായാലും ടീച്ചർക്ക് പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. പ്രിൻസിപ്പൽ മാഡത്തിനോട് ഞാൻ കൂടി ഒന്ന് പറയാം. ഹലോ ടീച്ചറെ, ഞാനിപ്പോ അമ്പലത്തിലാ. അതെ, അമ്മയുണ്ട്. ശരി ടീച്ചറെ. നീ ഇവിടെ വന്നോ? എന്താ നിന്റെ ഉദ്ദേശം? എന്റെ പുറകെ എത്ര നടന്നാലും നിന്നെ കല്യാണം കഴിക്കാൻ എനിക്ക് ഉദ്ദേശമില്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ? തന്നെ കല്യാണം കഴിക്കേണ്ടി വന്നാലേ ഞാൻ അന്നത്തോടെ ജീവിതം അവസാനിപ്പിക്കും. ഞാനല്ലേ ഏത് പെണ്ണായാലും. എന്തിനാടി എവിടേക്ക് തിരിഞ്ഞാലും നീ ഇങ്ങനെ വന്ന് ചാടുന്നത്? താനല്ലേ ചാടുന്നത്? മനസമാധാനത്തിന് വേണ്ടിയാ അമ്പലത്തിലേക്ക് വരുന്നത്. അവിടെ സ്വയം തരില്ല എന്ന് വെച്ചാ എന്താ പ്രശ്നം? പ്രശ്നം എന്താണെന്നൊന്നും ഇപ്പൊ അമ്മാവ് അറിയണ്ട. ഇവളെ പോലുള്ളവരാ പെണ്ണുങ്ങളുടെ മാനം കെടുത്തുന്നത്. ഓ, ഇയാള് പിന്നെ നാട്ടിലെ ആണുങ്ങൾക്ക് മുഴുവൻ അഭിമാനമല്ലേ? ഇത് അമ്പലമാണ്. അതുകൊണ്ടാ ഞാൻ കൂടുതലൊന്നും പറയാത്തെ. എന്താന്ന് വെച്ചാൽ തീർത്തിട്ട് പെട്ടെന്ന് വരുന്നുണ്ടോ? ഇന്നത്തെ ദിവസം ഇല്ലാതെ
വിളിക്കണമെന്ന് വിചാരിച്ചതാ. രണ്ടുപേരെയും കണ്ടിട്ട് നല്ല മുഖപരിചയം. നിങ്ങൾ ഈ നാട്ടുകാർ തന്നെയാണോ? അതെ, ഞങ്ങളിവിടെ അടുത്തുള്ളതാ. ഓ, നിങ്ങളോ? ഞങ്ങള് പണ്ടേ മുതൽ ഇവിടെ ഈ നാട്ടുകാർ തന്നെയാ. ആ, കണ്ടു മറന്ന ഒരു മുഖം പോലെ, അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. എനിക്കും അങ്ങനെ തോന്നി, പ്രത്യേകിച്ചും മോനെ കണ്ടപ്പോ. എല്ലാം ഭഗവാന്റെ മായയാണല്ലോ. കാണാത്തത് കണ്ടെന്നും കണ്ടിട്ടില്ലാത്തത് കണ്ടെന്നും ഒരുപോലെ എത്രയോ പേരുണ്ടല്ലേ. ആ, എന്താടി നോക്കുന്നത്? എടോ, ഇവിടെ എനിക്ക് നോക്കാനേ ഒരുപാട് കാര്യങ്ങളുണ്ട്. തന്നെ തന്നെയാണ് നോക്കുന്നതെന്ന് തനിക്ക് തോന്നാനുള്ള കാരണം എന്താണെന്നറിയോ? താൻ വലിയ സുന്ദരനാണെന്നുള്ള ചിന്തയുള്ളതുകൊണ്ടാ. ശരിക്കൊന്ന് കണ്ണടി ചെന്ന് നോക്ക്. കണ്ടത്തിൽ വെക്കുന്ന കോലമില്ലേ, അതുപോലെ തന്റെ മോന്ത. അയ്യോ, ഒരു ദേവസുന്ദരി വന്നിരിക്കുന്നു. ഒരു മരക്കോൽ എടുത്തു വെച്ച് അതിന് സാരി ചുറ്റിയതുപോലുണ്ട്. എടോ, തന്നെ ഞാനുണ്ടല്ലോ. മോളെ, എന്താ ഇത്? നമുക്ക് പോവാമേ, അല്ലെങ്കിൽ ഈ നടയിൽ വെച്ച് ഒരു കൊലപാതകം എനിക്ക് ചെയ്യേണ്ടി വരും. ഓ, കൊലപാതകം, കൊലപാതകം. നീ ഇനി ഇതെന്താ ചെയ്യേണ്ടത്? എന്തോന്ന്? ഏത്? എങ്ങനെയെങ്കിലും ഒന്ന് പോയാ മതി ഇവിടുന്ന്. ഇളമോനെ, നീ ആ മാല കൊണ്ടുപോയിട്ട് ആ കൊടിമരത്തിന്റെ താഴെ വെയ്. എന്നിട്ട് ആ പോയ പെണ്ണ് പോലെ, അല്ല, നിന്റെ മനസ്സിലുള്ള പെണ്ണിനെ പോലെ ഒരാളെ കിട്ടാൻ പ്രാർത്ഥിക്ക്. എന്നിട്ട് നീ മാല അവിടെ കൊണ്ടുപോയി. എന്തിന് പ്രാർത്ഥിച്ചിട്ട്? ദേ, ഇതുപോലെ ഒരുത്തിയാണ് വന്ന് കേറുന്നെങ്കിൽ അതോടെ എല്ലാം കഴിഞ്ഞില്ലേ? കല്യാണവും വേണ്ട, ഒന്നും വേണ്ട. എടാ എടാ, ചുമ്മാ ഇരിക്ക്. ദേ, ദേ, നീ നോക്കി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.